ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ലൊരു പുഡിങ്ങാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്ടൊക്കെ മാറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഓരോ ബ്രെഡും ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് എടുക്കുന്ന പാല് ചൂടുള്ള പാലാവരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ഒരു കസ്റ്റാർഡ് പൗഡറിന് പകരമായിട്ട് കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ ഒക്കെ ചേർക്കാം. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. പിന്നെ ഈ ഒരു പുഡിങ്ങിലേക്ക് മൊത്തത്തിൽ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് കൈയെടുക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുറുകി വരുന്നവരെ, നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് കുറുകി വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഏകദേശമൊക്കെ കുറുകി വന്നിട്ടുണ്ടാവും. അപ്പം ഈ ഒരു പുഡിങ്ങിന് നന്നായിട്ട് കുറുകി വന്നാൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് നന്നായിട്ട് തിളച്ച് ഏകദേശം നന്നായിട്ട് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചൈന ഗ്രാസിൻ്റെ ജെലറ്റിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. തണുത്ത് വരുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു മിക്സ് കട്ടിയായി വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യും കൂടെ സ്പ്രെഡാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 4 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. 2.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സൈഡൊക്കെ ഇളകി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനിയൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.